ചേട്ടാ നമസ്കാരം. ചേട്ടാ പേരെന്ന് പറയാമോ? നമസ്കാരം, ജോമോൻ. ഇവിടെ ഓട്ടോ ഓടിക്കും അല്ലേ? ഈ സ്ഥലത്തിൻ്റെ ഈ സിറ്റിയുടെ പേര് മൂന്നാം മൈൽ അല്ലേ? ആ, ചേട്ടൻ്റെ പേര്? എൻ്റെ ജീമോൻ. ജീമോൻ. ഓക്കെ, ചേട്ടൻ്റെ പേര്? ഓക്കെ, ആ പറഞ്ഞേട്ടാ. പിള്ളേർ മരിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാളുകൾക്ക് മുമ്പ് കോടതിയിലെ ഒരു നിയമം വന്നല്ലോ, 18 വയസ്സ് ഉള്ള ആർക്കും എവിടെ എന്തോ ആകാമെന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ഉള്ളതിന് പേരില്ല. ഇവിടെ ഇപ്പോൾ എന്തോരം പിള്ളേരങ്ങനെ വന്നു പോകുന്നുണ്ടെന്നറിയാം. അതിനകത്ത് ഈ കലാപരിപാടിക്ക് വരുന്നവരുമുണ്ട്, മദ്യമായി കഞ്ചാവായി മറ്റ് സംഭവങ്ങൾക്ക് ഒക്കെ വരുന്ന പിള്ളേരുണ്ട്. ഇപ്പം ഞങ്ങൾ നാട്ടുകാർക്കാണെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കൂടെ അവിടെ നിൽക്കുകയാണ്. അവർ ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, നമ്മളെന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കാനുള്ളൊരു വകുപ്പില്ല. അപ്പോൾ ആ വകുപ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം നമ്മൾ ഈ ചോദിക്കുന്നവർ അകത്തേക്ക് പോകുക, അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ കുഴപ്പമിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഇതിപ്പോൾ നിയമപരമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പം ഒരു കാരണവശാലും നമ്മൾ ഒരു നിയമത്തില്ല. കാരണം പോലീസുകാർ വന്നവർ ഞാൻ പറഞ്ഞേക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി അംഗീകാരം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും കാണിക്കാനില്ല. പിന്നെ 18 വയസ്സ് തികയാത്തവർ വല്ലതും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ വരാം. അവർ പറയുന്ന അതിനകത്തുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്ന് 2 പേരുടെയും കാരണന്മാരെ വിളിച്ചു. നാട്ടുകാരറിഞ്ഞു, അല്ലെങ്കിൽ വീട്ടുകാരറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ അന്ന് വൈകുന്നേരം അവരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുക ഞങ്ങളെ പണിയെ ബാധിക്കും. അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടുള്ള സംഭവങ്ങളല്ല. അല്ലെങ്കിൽ നിങ്ങളാണ് വരുമ്പോൾ ചോദ്യം ചെയ്യും, മക്കളെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ MAP ആണെങ്കിൽ MAP-കാർ ഈ കാടൊന്നും വെട്ടിത്തെളിക്കാൻ പോലും ഒരു താല്പര്യം കാണിക്കില്ല. എത്ര കാലം ഈ ഭയങ്കര വിജനമല്ല, വിജനമായിട്ട് കിടക്കുക. അതിലൊരു വണ്ടി പോലെ നേരെ നല്ല കാടിലേക്ക് തന്നെ നമുക്ക് ഈ സാധനം ആൾക്കാരുടെ പട്ടാപ്പാല് തന്നെ എന്തോരം ജനങ്ങൾ വരുന്നുണ്ട്. അത് കുത്താണെന്നും അതവിടെ അപകട സ്ഥലമാണെന്നും ഉള്ള ഒരു ബോർഡ് അവിടെ സ്ഥാപിക്കേണ്ടതാണ്. അതുപോലും സ്ഥാപിച്ചിട്ടില്ല. അതിനകത്ത് കാല് വഴുതി വീണ് കഴിഞ്ഞാൽ പിന്നെ പോക്കാം. പിന്നെ ഞാൻ നീന്തലറിയാൻ പാടില്ലാത്തതാണ്. വലിയ കുഴി അള്ളാത്. അവിടെ ഒരു വേലിയെങ്കിലും വേണ്ടതല്ലേ? ഇരുമ്പിന്റെ ഒരു വേലിയെങ്കിലും വേണ്ടതല്ലേ? കാരണം ഇത്ര തീർത്ഥാടകർ വരണമല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾ വരുന്നുണ്ട്. അതുകൊണ്ട് പകല് വരെ കൂടെ അവിടെ എന്ത് അനാവശ്യവും നടക്കുന്ന ഒരു സംവിധാനത്തിലുള്ള ഒരു പ്രദേശമായി മാറി. ഞങ്ങൾ ഇത്ര അയലോക്കാണേലും ഞങ്ങൾ ആകെപ്പാടെ 1-2 പ്രാവശ്യം സ്കൂള് തലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം സ്കൂൾ തലങ്ങളിൽ നിന്ന് കൊടുക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള വിജയനുള്ള സ്ഥലമാണ്, ഇവിടെ പോരുത്. ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ആണെങ്കിലും പിള്ളേർ സാർമാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിള്ളേർ ഇതുപോലെ വരുന്നുണ്ട്. ശരിക്കും വന്നു കഴിഞ്ഞാൽ പിള്ളേരെ എന്നും സാർമാരൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കേൾക്കുന്നില്ലായിരിക്കും. ഇതിലെ പോകുമ്പോ സാധാരണ നമ്മുടെയൊക്കെ മനസ്സ് കാണാറുണ്ടല്ലേ? ഒന്നും പറയാൻ വരാത്തൊരു അവസ്ഥ. അതെ, ഒന്നും പറയാൻ പറ്റുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? പിള്ളേർ കയറി പോയപ്പോ ഞാൻ തന്നെ അവനെ നോക്കിയിട്ട് അവന്റെ നേരെ ഒന്ന് നോക്കി അവൻ എന്നെ തുടിച്ചു നോക്കി മാറി നിന്നിട്ട് എന്നെ ഉണങ്ങി നിൽക്കുന്നോളൂ. എത്ര വയസ്സുള്ള പയ്യനേടാ? അവന് കൂട്ടാനുള്ള ഭാഗത്ത് അവൻ അടുപ്പിച്ച് വന്നോണ്ടിരുന്ന ഇപ്പൊ വരുന്നില്ല. അവനൊരു കൊച്ചു അല്ലസറ കോളേജ് എന്തോരം പെണ്ണുങ്ങൾ, ഒരു 10-20 പിള്ളേർ പെണ്ണുങ്ങൾ ഡെയിലി ഇതിലെ കയറി പോകുന്നുണ്ട്. ഇതുങ്ങളെ മഞ്ഞോ വന്നിട്ട് കുളിയും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകണം. ഇവിടുന്ന് ഈ കുത്തിലേക്ക് എത്ര ദൂരം ഉണ്ട് ചേട്ടാ? 1/2 കിലോമീറ്റർ. അതല്ലേ? ഈ കുത്ത് എങ്ങനെ പുറത്തേക്ക് അറിയപ്പെടുന്ന അരുവിക്കുത്ത് തന്നെയാണോ? അരികുത്ത് തന്നെ. പിന്നെ ക്യാമറമാര് എടുത്ത് ഇത് ഷൂട്ട് ചെയ്ത് കൊടുത്തോണ്ടാണ് ശരിക്കും ഇത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വന്നതായത്. എറണാകുളത്ത് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ? നമ്മൾ ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ, നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ വെള്ളം ചാടുന്ന കാണുമ്പോൾ നല്ല രസം. ഒരു 5-6 വണ്ടികൾ കിടപ്പുണ്ടല്ലേ എവിടെയാ? ഇവിടെ ഈ അരുവിക്കുത്തില് വണ്ടി കാണാനായിട്ട്. കാണാൻ 5-6 10-15 ആൾക്കാരെ മാടി വിളിക്കുന്ന ഒരു കുത്താണ്. പിന്നെ വലിയ ആൾക്കാർ വന്നു കഴിഞ്ഞാലും വലിയ വണ്ടിയോടെ ഇട്ടിട്ട് നടന്ന ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പക്ഷെ നല്ല കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല. ഈ നിലവിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാടുകളൊന്ന് വെട്ടിത്തെളിക്കുക. അതിനെന്തെങ്കിലും പോംവഴി കണ്ടുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ മാറിപ്പോകും. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്ന പിള്ളേരുണ്ട്. രാവിലെ വന്നിട്ട് വൈകുന്നേരം നേരം പെൺപിള്ളേരും ആൺപിള്ളേരും. അതല്ലേ? ആർക്കും ചോദിക്കാൻ പറ്റില്ല, പോലീസുകാർക്ക് ചോദിക്കാൻ പറ്റില്ല. അഥവാ പെൺപിള്ളേർ ഇതിൽ ചേട്ടാ, ഈ അരുവിക്കുത്തിലേക്ക് പോകാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? അതിലേയും പിള്ളേർ നടന്നു പോകുന്നുണ്ടോ? അതല്ലേ? അതായത് മുട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്ന പിള്ളേർക്ക് ഇതിലെ വരേണ്ട കാര്യമില്ല. അവർക്ക് പെരുമാറ്റത്തിൽ നിന്ന് കനാൽ വണ്ടിക്കൂടെ കയറി പോവുകയും ചെയ്യാം. കോടതി ജംഗ്ഷനിൽ ചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി ഒരു ശബ്ദമാണ് ചേട്ടന്റെ പറയാൻ ആഗ്രഹിച്ചത്. ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടന് പറഞ്ഞു. നല്ല കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന നിയമങ്ങളല്ല സാധൂകരിക്കുന്നത് ഈ നാട്ടില്. ഇപ്പൊ നിലവിൽ ചേട്ടാ, ഒരു പെൺകൊച്ചിനോട് പോലും നമുക്ക് എന്നാ മോളെ എന്ന് ചോദിക്കാനുള്ള വകുപ്പില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവര് കംപ്ലൈന്റ് ചോദിക്കാൻ നമ്മളകത്തേക്ക് പോകും. ആ ഒരു സിറ്റുവേഷനാണ്. അതാണ് ഇവിടെ കൂടുതൽ നടക്കുന്ന സംഭവങ്ങൾ. ഈ ഒരാണും പെണ്ണും ഇല്ലാതെ ഇവിടെ വരുന്നില്ല. ഒറ്റയ്ക്ക് ആരും വരുന്നില്ല. ഒരാണും പെണ്ണും ഇല്ലാതെ വരുന്നേ ഇല്ല. അവർ വന്നു കഴിഞ്ഞിട്ട് ഈ കാടിനകത്ത് കയറിയിരിക്കാനും ഒക്കെ ഉള്ള ഞങ്ങൾ ഈ എസ്റ്റേറ്റിനകത്ത് പണിക്കാർ വരുമ്പം അവിടെ ഓരോ തൊഴിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു നാണമില്ല മാനവും ഇല്ല.
അവരാൾ വരുന്നുണ്ടെന്ന് പോലുള്ള ഒരു സംഭവമില്ല. കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ കണ്ടിട്ട് മിണ്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ വിട്ടുപോരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതിയില്ല, അകത്ത് പോകില്ല. പിന്നെ നമ്മൾ അവർക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കളി കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ഇതെങ്ങനെയും ഇതിനെ കാട് വെട്ടി തെളിച്ച് ഈ വഴി നേരെ ആക്കി അവിടെ ഒരു തെളിഞ്ഞു വരാൻ വരുവാണെങ്കിൽ ആൾക്കാർ വരാതിരിക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ലൈറ്റോ അതല്ലേ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജനമല്ലേ, വെട്ടമില്ല, ലൈറ്റൊന്നും ഇല്ല. ലൈറ്റുകളൊന്നുമില്ല. പിന്നെ അവിടെ ഒരു 10-13 വീട്ടുകാർക്ക് സർക്കാർ വീട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീട് പണി തീർന്നിട്ടില്ല, അതങ്ങനെ ചുമ്മാ കിടക്കുവാണ്. അതൊക്കെ വീട്ടിലേക്ക് അവിടെയൊക്കെ ആൾക്കാർ വരുമ്പോൾ വെട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് വരാതൊക്കെ ഇരിക്കും. ടൂറൊക്കെ കണ്ടാണ് ചുമ്മാ കണ്ടിട്ട് പോവുക ചെയ്യും. ആ ഒരു 2-3 വീട്ടുകാരെ ഇപ്പം ഉള്ളൂ താമസക്കാർ. ആ വഴി ഈ വഴിക്കല്ല വന്നത്, അവര് വേറെ വഴിക്കാണ് വേറെ വഴിക്കായിരിക്കും വന്നത്. നമുക്ക് അറിയത്തില്ല, ഞങ്ങളിത് നിലവിൽ കണ്ടില്ല. ഇപ്പം മരിച്ചു ഇത് ഇലക്ട്രിസിറ്റി ഏതാ ഈ ഏരിയയിലെ ഉള്ളത്? ഏതാ ഇലക്ട്രിസിറ്റി ബോർഡ് എവിടെയുള്ള? തൊടുപുഴ എന്നുള്ളതല്ലേ? ലൈറ്റ് പോലും പോസ്റ്റോടെ ഇല്ലല്ലേ? ലൈറ്റില്ല, ഒറ്റ ലൈറ്റില്ല. എല്ലാ ലൈറ്റുകളും പോയി കിടക്കുക. ഇവിടെ അങ്ങോട്ട് പോസ്റ്റ് അങ്ങോട്ടില്ല, ഒറ്റ ലൈറ്റ് പോലും ഇല്ല. പേടിയാവും. ഈ സമയം ഇരുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് പോലീസുകാരെക്കാളും ഗുണം ചെയ്തത് ഓട്ടോക്കാരാണ്. കാരണം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ശരിയല്ലെന്ന് അവർക്ക് തന്നെ, കാരണം ഒരു നാടിന് സപ്പോർട്ടായിട്ട് ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെയാണ് ഓട്ടോക്കാര്. അവർക്ക് ഒരാടെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. സർക്കാർ എന്താണ് ഇത് ഉണർന്ന് പ്രവർത്തിക്കണം, അല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റങ്ങളുണ്ടായി നമ്മുടെ ഈ നാട് നന്നാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനെ ഈ നിയമങ്ങളൊക്കെ പൊളിച്ചെടുക്കണം. അത് തന്നെ, ഇത് പൊളിച്ച് എഴുതിയാൽ മാത്രമേ നിയമങ്ങൾ കാര്യങ്ങൾ നന്നാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം പഠിച്ചു പോകുന്ന സംഭവമാണ്. കാരണം ആരും ഒന്നും നോക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഒന്നും നോക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല. എവിടെ വേണേലും നിൽക്കാം, എവിടെ വേണേലും എന്തെല്ലാം കാണിക്കണമെന്നറിയോ? ഞങ്ങളൊക്കെ ഇത് കണ്ടോട്ടിങ്ങ് ഉണ്ടാകുമ്പോൾ പോലുള്ളൂ. അല്ലാതെ എനിക്ക് വെച്ചിട്ട് വരെ വന്ന് ഉമ്മ കൊടുക്കുന്നു. അവിടെ ഒരു പാട്ടാ പകല് വന്ന് വെച്ചിട്ട് ഉമ്മ വരെയും കൊടുക്കുന്നു. അതുപോലും ഞങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അധികാരം ചോദിക്കും. പിന്നെ നമുക്ക് അവരുടെ വീട്ടില് അല്ലെങ്കിൽ ജസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ അപ്പന്റെയോ അമ്മയുടെ നമ്പർ എടുത്ത് വിളിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. പോലീസുകാർക്കും പേടിയാണ്. അവര് പറഞ്ഞ അവർ കൊണ്ടുപോയി അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിത് കൂട്ടിക്കൊണ്ട് പോയി രണ്ടുപേരുടെയും കാരണന്മാരെ വിളിച്ചു വരുത്തിയാൽ അന്ന് വൈകിട്ട് ഇതിൽ ഏതൊരു പെങ്കൊച്ചോ രാങ്കൊച്ചോ ആത്മഹത്യ ചെയ്യോ തോങ്ങോ ചെയ്ത് ഞങ്ങൾ ഒരു 3-4 പിള്ളേരുണ്ടായിരുന്നു. അതിൽ ഒരു ചെറുക്കനെ തോളയിലെടുത്തോണ്ട് വന്നു. അവന്റെ കണ്ണൊക്കെ ഇവിടെ മുറിവ് പറ്റി, കണ്ണൊക്കെ തള്ളി കഴിക്കണേ. അവനിവിടെ വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടുപോയി കടത്തിച്ചിട്ട് അവർ മുങ്ങി. അപ്പോൾ ഒരുത്തൻ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ചു നിർത്തി. പോലീസിനെ വിളിച്ചു. പോലീസിന് വന്നു, അവന് ചോദ്യം ചെയ്തു, അവൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു. വീണ്ടും കാര്യക്കോട് ആശുപത്രി കൊണ്ടുപോയി. വെള്ളമടിച്ച് എവിടെയോ അപകടം പറ്റിയത്. അത് തോളെ എടുത്തോണ്ട് വന്നാൽ അവർ ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ട് കടത്തിച്ചിട്ട് വിട്ടു പോകാൻ തുടങ്ങി. അവൻ ഞങ്ങൾ നീ പോരെന്ന് പറഞ്ഞു. പോലീസിനെ വിളിച്ചു വരുത്തി, ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചു. അവസരോചിതമായിട്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ചെറുക്കനെ അവിടെ കിടന്ന് ചിലപ്പോൾ രക്തം വാർന്ന് മരിച്ചേനെ. ഒത്തിരി താങ്ക്സ് ചേട്ടാ, ഒത്തിരി നന്ദി ഇത്ര കാര്യങ്ങൾ പറഞ്ഞതിന്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.